ഞാൻ മനുഷ്യാവകാശ കമ്മീഷനിൽ ഞങ്ങളുടെ ഈ രോഗികളുടെ ഒരു ഇത് സംബന്ധിച്ച് കേസ് കൊടുത്ത ആളാണ്. ഞങ്ങൾക്ക് വേണ്ട പുനരധിവാസ കേന്ദ്രം വേണമെന്നൊക്കെ പറഞ്ഞിട്ടൊരു കേസ് കൊടുത്ത ആളാണ്. അന്ന് കേസ് കൊടുത്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളൊരു കാര്യം ചെയ്യേണ്ടത്, അടിയന്തരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 80% അല്ലെങ്കിൽ 75% മുതൽ ഇത്തരത്തിൽ ജനിതക രോഗങ്ങൾ അല്ലെങ്കിൽ തീർത്തും പറ്റാത്ത ആൾക്കാരെ അവർക്ക് സ്വമേധയാ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന പക്ഷം നിങ്ങൾ ദയാവധം അനുവദിക്കുക. ഈ 31 വയസ്സുള്ള ഞാൻ അവരുടെ മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൻ്റെ മുന്നിൽ ചെന്നുകൊണ്ട് ദയാവധം അനുവദിക്കണം എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് ദയാവധം എന്താണെന്ന് അറിയാത്ത ആളാണെന്ന് തോന്നുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം ഇത് ലീഗലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ കേരളത്തിൽ നിന്നായിരിക്കും. എനിക്ക് 100% ഉറപ്പാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഒരുപാട് പേരുണ്ടാവും. അത്രയും ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ സംസാരിക്കുന്ന നിമിഷം എൻ്റെ കൂടെ ഇപ്പം എൻ്റെ അമ്മയുണ്ട്, എൻ്റെ സുഹൃത്തുക്കളുണ്ട്. നാളെ അവരെല്ലാവരും എല്ലാ കാലത്തും എൻ്റെ കൂടെ ഉണ്ടാവണമെന്നില്ല. അപ്പോഴും എനിക്ക് ജീവിതം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോയാലേ പറ്റൂ. ഇപ്പോൾ എനിക്ക് സംസാരിക്കുമ്പോൾ ഒരു വീടെന്ന് പറയുന്ന ഒരു ചെറിയൊരു സംഗതിയെങ്കിലും ഉണ്ട്. അതുപോലില്ലാത്ത ആൾക്കാരുണ്ട് ഈ അവസ്ഥയിൽ. അത്തരക്കാരും ജീവിക്കണ്ടേ? നമ്മൾ ഈ ഭിന്നശേഷി സൗഹൃദം എന്ന വാക്കുകളിൽ തള്ളിയിട്ട് കാര്യമില്ല. അതിന് വേണ്ട സൗകര്യം നമുക്ക് എല്ലാവരുടെയും ഒരു ഇപ്പോൾ അതേ ഭിന്നശേഷി പെൻഷൻ 2000 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. ഭയങ്കരമായിട്ട് സർക്കാർ കുട്ടിയോഷിക്കുകയാണ്. ഞങ്ങൾ 2000 രൂപയ്ക്ക് തീർച്ചയായിട്ടും നല്ല കാര്യമുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ എത്ര രൂപ ഒരു മാസം കിട്ടുന്നത്? 2000 രൂപ കിട്ടും. 2000 രൂപ 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലളിതമായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഫിസിയോതെറാപ്പി ഒരു ദിവസം വീട്ടിൽ വന്ന് ചെയ്യണം. എനിക്ക് സെൻറ്ററിൽ പോയി ചെയ്യാനായിട്ട് പറ്റില്ല. വീട്ടിൽ വന്ന് ചെയ്യണതിന് 800 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. 800 രൂപ. അവരിപ്പോൾ നമ്മുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അത് 500 ആക്കി ചെയ്യുന്നത്. 500 വെച്ച് കൂട്ടിയാലും ആഴ്ചയിൽ 4 ദിവസം ചെയ്യുമ്പോൾ 4 ദിവസം ചെയ്യാനുള്ള പൈസയായി. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഈ MLA-മാർക്കും മന്ത്രിമാർക്കൊക്കെ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ എന്തുമാത്രമാണ്. അതിനകത്തൊക്കെ ഒരു വെട്ടിച്ചുരുക്കൽ ആവശ്യമില്ലേ? ഞാനിങ്ങോട്ട് ഇന്നലെ കണ്ടായിരുന്നു പുതിയ ഇന്നോവകൾ നമ്മുടെ സർക്കാർ നേതാക്കന്മാർക്കൊക്കെ വാങ്ങുന്നത്. ഏത് നിയമത്തിലാണ് പറയുന്നത് നമ്മുടെ മന്ത്രിമാർക്കും ഈ MLA-മാർക്കും ഇന്നോവ തന്നെ വേണമെന്ന്? ഇത് കേന്ദ്രമന്ത്രിമാർ പോലും സഞ്ചരിക്കുന്ന സാധാരണ ഒരു 15 ലക്ഷം അത് അങ്ങനത്തെ കാറിലല്ലേ? എന്തുമാത്രം ചിലവാണ് നമുക്ക്. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ ഈ കേരളം മറ്റുള്ള സംസ്ഥാനങ്ങൾ നോക്കുമ്പോൾ ഇത്തരം വാർത്തകളും കാര്യങ്ങളും കാണുമ്പോൾ ഭയങ്കര റിച്ചാണെന്നാണ് വിചാരിക്കുന്നത്. വെറുതെ അല്ല കേന്ദ്രം കടുംപിടുത്തം കാണിക്കുന്നത്. പല കാര്യങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾ കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നിപ്പോവും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത്? നേരെ തിരിച്ചു. വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഞാനും എൻ്റെ വീൽ ചെയറും ഇനി യാത്ര ചെയ്യാനായിട്ട് വിമാനം മാത്രമേ ഉള്ളൂ. വിമാനം ഈസിയാണ്. വിമാനത്തിൽ നമുക്ക് വീൽ ചെയറിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് നിങ്ങൾ മെട്രോ ട്രെയിനിൽ സഞ്ചരിക്കുന്ന പോലെ തന്നെ അത്ര തന്നെ വളരെ എളുപ്പത്തിലുള്ളൊരു സാമ്പത്തികം ഇതുവരെ അനുഭവിച്ചിട്ടില്ല. വളരെ എളുപ്പമുള്ളൊരു കാര്യമാണ് വിമാനത്തിൽ യാത്ര ചെയ്യുക എന്ന് പറയുന്നത്. ട്രാൻസ്പോർട്ടേഷനിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറേണ്ടത് നമ്മുടെ ബസ്സുകളാണ്. കാരണം ഏറ്റവും കൂടുതൽ ആളുകൾ സാധാരണക്കാർ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ബസ് എന്ന് പറയുന്നത്. ആ ബസ്സിൽ ഇപ്പോഴും നമുക്ക് പ്രോപ്പറായിട്ടൊരു വീൽ ചെയർ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും അത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്.